ദൈവ തിരുനാമത്തിന് സ്തോത്രം. ഈ പ്രസംഗിക്കുന്നവരുടെ ഇടയിൽ ഒരു ആപത്ത് വരുവാൻ എത്ര നേരം വേണം എന്ന് കേൾക്കാറുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ആഴ്ച ഞങ്ങളിവിടെ വരാനുള്ള കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോകേണ്ടതാണ്. ഈ ചേർച്ചിൻ്റെ പ്രത്യേക ക്ഷണം ഇൻവിറ്റേഷൻ ഞങ്ങൾ സ്വീകരിച്ചു. ഇൻവിറ്റേഷൻ സ്വീകരിച്ചതോടൊപ്പം എന്നെ അതിനകത്ത് ഇതിലേക്ക് പ്രൊഫൈൽ ചെയ്തത് എൻ്റെ മകൻ്റെ കൽപ്പനയാണെന്നൂടെ ഞാൻ ചേർത്ത് പറയുന്നതാണ് ശരി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പ പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ അനുസരിക്കുന്ന മോനെ ഞാനും അനുസരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അതിന് കീഴ്പ്പെട്ടു. ഈ ഇടവകയിൽ വന്ന് ചേരാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ എം നോട്ട് എൻ ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മൈ സൺ, ബട്ട് ഐ വിൽ ട്രൈ ടു ഡു മൈ വെരി ബെസ്റ്റ് ടു ഷെയർ ഗോഡ്സ് വേർഡ് വിത്ത് യു. എനിക്കും സുമയ്ക്കും വന്ന് ചേരാനായിട്ട് ഇടയായി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ പാർത്തത് പ്രിയപ്പെട്ട രാജാന്റെ വീട്ടിലാണ്. അദ്ദേഹം അവരുടെ കർട്ടസി കൊണ്ടാണ് ഈ ആഴ്ച ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിഞ്ഞത്. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് വൺ. ഈ ചർച്ചിനോടുള്ള പ്രത്യേക നന്ദി, ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അച്ഛൻ കണക്ഷന്റെ റൂട്ട് പറഞ്ഞു. അച്ഛൻ്റെ ഫാദറിലോയും ഞാൻ തങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. ഞങ്ങളുടെ മിഷന്റെയും നവജീവോദയത്തിന്റെയും ചെയർമാനും പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മാത്യു തെരിയൻ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ, വണ്ടർഫുൾ ലീഡർ, ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ദൈവദാസനാണ്. അതിനോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് ഇവിടെ വന്നു ചേരാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരോടുമുള്ള പ്രത്യേക നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Life that excels, that's the theme we are going to concentrate on. See, I'm going to take the life of Joseph. Joseph is a wonderful example of a Christian's life. Not only a Christian's life, as the Savior's life. If you look at the life of Joseph and the life of Jesus, you can see a lot of similarities. ഇതുപോലെ കർത്താവിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ വേദപുസ്തകത്തിൽ ഇല്ല. അത് മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ട we are called to live a redemptive life. That's what we are called for. So if you want to see a redemptive life, the life that redeems situation and people, ആളുകളെയും സാഹചര്യത്തെയും വീണ്ടെടുക്കുന്നതായ ജീവിത ശൈലിയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ it is Joseph. അതുകൊണ്ട് ഈ ജോസഫിന്റെ സ്റ്റോറി ലോകത്തിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. റാഗ്സ് ടു റിച്ചസ് എന്ന് പറയും. അതായത് താഴെ തുടങ്ങിയിട്ട് അങ്ങ് മുകളിലേക്ക് എല്ലാവരും അങ്ങനെയുള്ളവരുടെ ബയോഗ്രഫി വായിക്കും. ഹൗ ടു ഗെറ്റ് ദേർ. ഇറ്റ്സ് നോട്ട് ഓൺലി റാഗ്സ് ടു റിച്ചസ് സ്റ്റോറി, ഇറ്റ് ഈസ് എ ലൈഫ് ദാറ്റ് ത്രൈവ്, ദാറ്റ് എക്സൽ, ശുഭപ്പെട്ട ഒരു ജീവിതം. ദാനിയേലിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ദാനിയേൽ കോരേസിന്റെ കാലം വരെ ശുഭപ്പെട്ടിരുന്നു. That's what God wants us to live. അനേക വിശ്വാസികളെ കുറിച്ചും ദൈവത്തിനുള്ള ദുഃഖം ഇതാണെന്നാണ് എൻ്റെ വിചാരം. We live a very moderate life. When God has called us to live an abundant life, ഇവിടെ സൂചിപ്പിച്ചല്ലോ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിറഞ്ഞ ജീവിതം ജീവിക്കാനാണ്. But we live a mediocre life. And we are satisfied with it. എന്നാൽ ഇന്ന് നമുക്ക് ഈ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കണം. God is going to challenge us to live a wonderful life. ഈ അനേകം ജീവിതത്തില് മുന്നോട്ട് പോകാത്തതിന്റെ കാരണം അവര് കംപ്ലൈന്റ് ചെയ്യുന്ന അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്. They always complain about their background. ഞങ്ങളുടെ എനിക്ക് വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. They complain about the family. Joseph had a dysfunctional family. ഇതുപോലെ യാതൊരു രീതിയിലും ഒരു മാതൃകയല്ലാത്ത ഒരു വീടായിരുന്നു. അതിന്റെ കാരണം യാക്കോബിന്റെ ആരംഭകാലത്ത് ആത്മീയനല്ല. He was not a spiritual man in the beginning. പെനിയേൽ വരുന്നത് വരെ അദ്ദേഹം ആത്മീയനേ അല്ല. ആ കുടുംബത്തിലോട്ടൊന്ന് എത്തി നോക്കിയാല് സ്ത്രീകൾ തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റ് ദിവസം വായിക്കുമ്പോൾ
കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ് ഇൻ ദ ഫാമിലി. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ വളർന്നു വരാൻ അത്ര എളുപ്പമല്ല. ലേയ ഒരിക്കലും ജോസഫിനെ സ്നേഹിച്ചിട്ടില്ല. ഓൾവേസ് ലുക്ക്ഡ് അറ്റ് ജോസഫ് വിത്ത് ജലസി ആൻഡ് എൻവി. ഇനി യോസേഫിന്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. യോസേഫിന്റെ ഫാദറിനെ ചീറ്റ് ചെയ്താണ് ഗ്രാൻഡ് ഫാദർ. യുനോ, that's the story of the grandfather. And look at the lives of all the brothers. If you are interested, go and read Genesis chapter 49, starting from Reuben. Very common man. ജഡികനായ ഒരു മനുഷ്യൻ. താഴോട്ട് വളരെ പറഞ്ഞു യഹൂദ. എനി ടൈം മണി he will look for money. അതുകൊണ്ടാണ് യോസെഫിനെ 20 വെള്ളിക്കാശിന് വിറ്റത്. ജൂഡ വാസ് ബിഹൈൻഡ് ഇറ്റ്. പഠിച്ചു നോക്കിയാൽ അപ്പോ അതാണ് ആ സ്വഭാവം. ഇങ്ങനെയുള്ള ദാനിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാൻ വഴിയിൽ കിടക്കുന്ന പാമ്പാണ്. അപ്പം പറഞ്ഞ വാക്യായിരുന്നു. സോ ക്രൂക്കഡ് ഹി വാസ്. അതാണ് ബ്രദേഴ്സിന്റെ സ്റ്റോറി. He had only one sister, Dina. നമുക്കെല്ലാവർക്കും ആ സ്റ്റോറി അറിയാമല്ലോ. ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ടു. She was abused and she lived a very, very sad life. ഇതാണ് ജോസഫിന്റെ ബാക്ക്ഗ്രൗണ്ട്. Out of that background came Joseph. He blossomed. എത്ര പിള്ളേർ പറയാൻ കഴിയോ? My family, my family, that background has molded me. എന്റെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നെ. You know the Lord. കർത്താവിനെ അറിയാമെങ്കിൽ life is different. Of course, I admit there are difficulties, limitations, but we can come out of it. അതാണ് ഇവിടെ നമുക്ക് കാണാം. യോസെഫിന്റെ ജീവിതത്തെ കുറിച്ച് നല്ലൊരു നിർവചനം. Look into chapter 49, 22 to 26. When father blessed each of the sons, Joseph had the longest blessing. ദൈവം അത്ര അനുഗ്രഹിച്ചു. യോസെഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ജോസഫ് എ ഫ്രൂട്ട്ഫുൾ വൈൻ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജോസഫ് എ ഫ്രൂട്ട്ഫുൾ വൈൻ. ദൈവത്തിന്റെ വചനത്തിനകത്ത് യോസേഫിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക അനുഗ്രഹമാണ്. എ ഫ്രൂട്ട്ഫുൾ വൈൻ നിയർ ദ സ്പ്രിംഗ്. നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം. അത് അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. സ്പ്രെഡിങ് ഔട്ട്. പല കാര്യങ്ങൾ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. That's how he was blessed. Abraham, the patriarch, he had 14 chapters committed to him and his life. 14 അധ്യായം അബ്രഹാമിന് കൊടുത്തിട്ടുണ്ട്. യോസേഫിന് കൊടുത്തിട്ടുണ്ട് 14 അധ്യായം. എന്നാൽ അതിന്റെ the length, if you look at the length, Joseph was given 15% more. So there was so much of importance for Joseph. Those who are studying the history of Israel, you will see the plan of God for Israel was carried out by Joseph, by him going to Egypt. If you want to study, you go and read chapters 15 of book of Genesis. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ഒരു ജനത്തിന് വേണ്ടി നിവർത്തിച്ചെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. Coming out of a dysfunctional family, but he blossomed. He was a fruitful man. Let me explain his fruitfulness. Fruitfulness in generations. Out of him came 15 judges. ന്യായാധിപന്മാരിൽ 15 പേര്. And Joshua also came out of the tribe of Joseph. Fruitful in profession. Read chapter 39 of book of Genesis. Whatever he did, prospered. അവൻ ചെയ്യുന്നതൊക്കെയും സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട്. He was blessed in his profession, and also he was fruitful
even in the setbacks of his life. പ്രിസണിലായിരുന്ന സമയത്തുണ്ടല്ലോ, even when he was in prison, he prospered. He was put in charge and he was a blessing to others. അങ്ങനെ ആയിരിക്കണം ക്രിസ്ത്യാനി. ജീവിതത്തിന്റെ setbacks. Look at the life of John Bunyan. He was put in Bradford prison and he wrote Pilgrim's Progress. Very difficult time. That's the blessing God wants to put on each one of us. ദൈവത്തിന് മുഖപക്ഷമില്ല. God is not a respecter of persons. ജോസഫിന് അങ്ങനെ ആയിരുന്നു, നമുക്ക് അങ്ങനെ ആകത്തില്ല, അങ്ങനെ വേദപുസ്തകം പറയുന്നില്ല. God's grace and blessings are for each one of us. Book of Ephesians says, God has blessed us with all the blessings in Christ Jesus. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറച്ചിരിക്കുന്ന, just imagine it. That's how God wants to bless you. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു fruitfulness. Also he was fruitful and he prospered. He was fruitful in his prosperity. കിങ്ങിനോടൊക്കെ ഫറവോന്റെ കാലത്ത്, we will come to that very quickly. He was faithful to the king also. And it says മതിലിന്റെ മേൽ പടർന്നെന്നാണ് പറഞ്ഞത്. So I think his blessings, his fruitfulness went beyond the walls. ബൗണ്ടറി ഉണ്ടല്ലോ, അങ്ങനെ ആയിരിക്കണം. ബൗണ്ടറിക്ക് അപ്പുറത്ത് പോകുന്ന അനുഗ്രഹം ദൈവം അനുഗ്രഹിക്കുമ്പോൾ അങ്ങനെയാണെന്നാ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും I bless you and make you a blessing. ഞാൻ ചിലത് പറയാം, ഈ പ്രെജുഡിസും ഹേറ്റിനും അപ്പുറത്ത് യോസേഫ് അനുഗ്രഹിച്ചു. തന്നെ ആരൊക്കെ വെറുത്തോ അവരെയും അനുഗ്രഹിച്ചു. ആർക്കൊക്കെ തന്നോട് പ്രെജുഡിസ് ഉണ്ടായിരുന്നു അവരെയും അനുഗ്രഹിച്ചു. ബിയോണ്ട് ദ വാൾസ്. He also went beyond the limit. As a slave, he blessed the master. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, അടിമയായിരിക്കുമ്പോൾ യജമാനനെ അനുഗ്രഹിച്ചു. സാധാരണ പറയുന്നത് യജമാനൻ അടിമയെ അനുഗ്രഹിച്ചെന്ന് പറയാം. എന്നാൽ അടിമയായിരിക്കുമ്പോൾ ഒറ്റപ്പേരുടെ വീട്ടിൽ യജമാനനെ അനുഗ്രഹിച്ചു. അപ്പൊ ഇങ്ങനൊരു ജീവിതം ഉണ്ടല്ലോ. ഈ കൃപയോടെ ജീവിച്ചാൽ എവിടെ ജീവിച്ചാലും, wherever we are, God can bless. He was also fruitful in overcoming life. Briefly, ഞാനൊന്ന് പറയട്ടെ. At the age of, in his 20s, he was given a very difficult temptation. A woman suggested to lie with her, to commit adultery with her. Joseph overcame at the prime of his youth. ആ യുവത്വത്തിന്റെ തിളപ്പിൽ അത് ചിന്തിക്കണം. Fruitful, overcoming lust and passion, overcoming envy and jealousy, overcoming bitterness. So it was a wonderful life. യോസേഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം. Now we are going to see how could he do it. It's not him, it was God who did it through him. നീരുറവിനരികെ, remember that. He was always by the stream. A king, ഫറവോൻ വർഷങ്ങൾക്ക് ശേഷം ഈ യോസേഫിനെ കുറിച്ച് പറയുന്നു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരുവനെ കണ്ടെത്തുന്നു. Can we ever find a person whom the Spirit of God dwells? ആ നീരുറവ് കണ്ടത്, the stream of living water going through his life. And Pharaoh said, we cannot find another person like him because he is filled with the Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് നിറഞ്ഞ മനുഷ്യൻ. That's how we become fruitful. വേഗത്തിൽ നോക്കട്ടെ some qualities. ഇത് നമ്മുടെ ജീവിതത്തിൽ tomorrow when you go into discussions, these are very important. ഒന്ന്, he lived a God-centered life. ദൈവത്തിൽ കേന്ദ്രീകരിച്ച ദൈവിക നിയന്ത്രണത്തിൽ അദ്ദേഹം ജീവിച്ചു. I hope you took note of it. God-centered, God-controlled life. God-conscious life അല്ല,
അത് നല്ലതാണ് കേട്ടോ. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും ദൈവബോധമുള്ള ഒരു ജീവിതം ഇല്ലേ. കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ. ജോലി നോക്കി, സ്ഥലവും നോക്കി, സൗകര്യവും നോക്കി, വസ്തു എത്ര ഉണ്ടെന്ന് നോക്കി, അമ്മായിമ്മയുടെ സ്വഭാവം എല്ലാം നോക്കിയിട്ട് ഇപ്രകാരം പറയും ദൈവഭയവും കൂടെ വേണം ഇല്ലേ. ആറ്റ്സ് എ കൺവീനിയന്റ് അറ്റാച്ച്മെന്റ്. പലർക്കും ദൈവം അങ്ങനെ എ കൺവീനിയന്റ് അറ്റാച്ച്മെന്റ്. അതല്ല ദൈവഭയം. Absolute God consciousness, God control, God centered life. His life was centered on God. അതിന്റെ കാരണം everything was controlled by God. ദൈവം നിയന്ത്രിക്കുന്ന ജീവിതം. Let me explain this. You know, when he was tempted, chapter 39 of Genesis verse 9, 39-ാം അധ്യായം 39-ാമത്തെ വാക്യം. When that woman approached him, you know what he told her? ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? How can I sin against God? It is not Potiphar, it is not his wife, it is not whether people will see it. അതൊന്നും വിഷയമല്ല. What is the issue? God. കണ്ടോ? ജീവിതത്തിന്റെ അങ്ങനെയുള്ള മേഖലയിലും ആരാണ് നിയന്ത്രിക്കുന്നത്? Who controls? God controls. ജോസഫിന് ഒരു താരമുണ്ട്, interpreting dreams. I hope you know the story. I should have told the story of Joseph from the very beginning. He grew as among the 12 sons, one of the 12 sons. He was sold by his brothers to Ishmaelites. Ishmaelites he sold him to Potiphar. Potiphar വീട്ടിൽ അടിമയായിരുന്നു. He was a slave there. And then this lady invited him to commit sin. He was misunderstood. And so Potiphar put him into prison. And in the prison, he served two people, the baker and the cupbearer. പാനപാത്രവാഹകനെയും അപ്പക്കാരനെയും രാജാവിന്റെ ദാസന്മാരാണ്. അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പം രാജാവിനൊരു സ്വപ്നം ഉണ്ടായി. സ്വപ്ന വ്യാഖ്യാനത്തിന് ആരും ഇല്ലാതെ വന്നപ്പോൾ then Joseph interpreted the dream for the king also, and he was made second in the kingdom. അതാണ് ജീവിതത്തിന്റെ ഉയർച്ച. ഞാനത് വേഗത്തിൽ പറഞ്ഞതേ ഉള്ളൂ. So look at his talent, interpreting dreams. തടവിൽ കിടക്കുന്ന അപ്പക്കാരനും പാനപാത്രവാഹകനും സ്വപ്നം കണ്ട് അവരെ മുഖം വാടിയിരിക്കുമ്പോൾ യോസഫ് ചോദിച്ചു, എന്താ, what is your problem? Why are you so sad? They said, we had dreams, we don't know what it means. നമ്മളൊക്കെ ആയിരുന്നു ഉടനെ പറഞ്ഞു, അത് എന്നോട് പറഞ്ഞാൽ പോലെ, ഞാൻ പറയത്തില്ലയോ, അങ്ങനെ പറഞ്ഞാൽ ഇല്ലയോ. He couldn't interpret dream. What he said? Interpretation of dreams belongs to God. അപ്പം ദൈവം കഴിവ് തരുമ്പോഴേ എൻ്റെ കഴിവൊന്നും പറയത്തില്ല ഒരു വിശ്വാസി. ഉടനെ പറയുന്നത് എന്താണെന്നറിയാമോ? തമ്പുരാൻ. മധ്യജനാകുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ കുഴപ്പം എന്നാന്നറിയാമോ? എന്തെങ്കിലും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ അറ്റാച്ച് ചെയ്ത് എൻ്റെതാണെന്ന് പറയും. ഞാൻ കേട്ടിട്ടുണ്ടോ? ഞാൻ ജോസഫിൽ never say. He will say it's God. That's God-centered life. ദൈവത്തിൽ കേന്ദ്രീകരിച്ച ജീവിതം. When he was exalted, രാജാവിന്റെ അടുത്ത നമ്പർ 2 ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരന്മാര്, തന്നെ വിറ്റ് കളഞ്ഞ സഹോദരന്മാർ അവിടെ വരുന്നത്. The brothers who sold him came for grains. ഫാമിൻ നടക്കുകയാണ്. ദൈവം കൊണ്ടുവന്നതാണ്. ആ സമയത്ത് എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. How did I come here? Joseph was explaining, how did I reach this position? It is God. അപ്പം ദൈവം എൻ്റെ ജീവിതത്തിൽ കേന്ദ്ര ബിന്ദുവാണോ? Is God controlling my life? എങ്ങനെ അറിയാം? എൻ്റെ സാക്ഷ്യത്തിൽ, എൻ്റെ വാക്കിൽ ആവർത്തിച്ച് എൻ്റെ നാവിൽ ഒന്നേ വരത്തുള്ളൂ. എന്ത് പറയുമെന്നറിയാമോ?
ഞാനല്ല, ദൈവമാണ് എനിക്ക് ഇത് ചെയ്തത്. When we pride ourselves in the accomplishments we have achieved, God is not honored. God is not honored. അങ്ങനെ ഉയർത്തുന്നവരെ ദൈവം താഴ്ത്തും. God will bring them down. If you exalt yourself, God will humble you. Any nation, any country, any society, no matter what affluence they have now, if they exalt themselves, at one point God is very gracious. But at one point He will prove that He is God and we are not. ഉടനെ പറഞ്ഞ എന്നാന്നറിയോ, ഞാനല്ല ഇങ്ങനെ വന്നത്, എന്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. God-centered life. ഇനി നോക്കാട്ടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വേദനയൊക്കെ വന്നല്ലോ. ഇതുപോലെ ദുഃഖം അനുഭവിച്ചൊരു മനുഷ്യൻ. Brothers hated him. They sold him. They put him in the pit. And Potiphar's wife slandered him. എന്തെല്ലാം കഥ പറഞ്ഞില്ലയോ? അപവാദം കേട്ടു, കാരാഗ്രഹത്തിലായി. നമ്മളൊക്കെ ആയിരുന്നു അങ്ങ് ബിറ്ററായി. നമ്മൾ പറഞ്ഞാൽ അയ്യോ ഇത്രയും കർത്താവിനെ ഒക്കെ സ്നേഹിച്ചിട്ട് എനിക്ക് ഇതാണോ ഓഹരി എന്ന് പറഞ്ഞാൽ ജോസഫ് നെവർ സെഡ്. അദ്ദേഹത്തിന്റെ വിശ്വാസം ഞാൻ പറയാം, എനിക്ക് ഭവിക്കുന്നതൊക്കെ എന്റെ ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. God is able to make everything work out for my good. That's God said. ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതത്തിലാണ്, ഐ നോ എന്ന് പറയാൻ കഴിയണം. That's God-centered life. അങ്ങനെയുള്ള ജീവിതത്തിന് എന്തൊരു സമാധാനം ഉണ്ടെന്ന് ചിന്തിച്ചില്ലേ? The losses, the sickness, എന്തെല്ലാം വന്ന് ഭവിച്ചാലും യോസേഫ് പറഞ്ഞു, God controls it. എന്നെ കൊണ്ടുവന്നു, എന്നെ വിടാതെ ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. ഇതുപോലെ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചില്ലേ? ഞാനിതൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാൻ പറയട്ടെ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ ടൈം പീസ് തുറക്കാൻ തീരുമാനിച്ചു. ഐ വാസ് വെരി ക്യൂരിയസ്. ചെറുപ്പത്തിലുള്ള അന്നേ ഉണ്ടായിരുന്ന ഇങ്ങനെ അപ്പോൾ വീട്ടിലൊരു വൈൻഡ് ചെയ്യുന്ന ടൈം പീസ് ഉണ്ട്. അപ്പോൾ ആരുമില്ലാത്ത സമയം നോക്കി ഞാൻ അതൊന്ന് അൺസ്ക്രൂ ചെയ്തു. അൺസ്ക്രൂ ചെയ്താലുള്ള കുഴപ്പം അത് കണ്ടിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ. ഇപ്പൊ എല്ലാം വാട്സ് മൂവ്മെന്റ്, അതുകൊണ്ട് ഇത് സ്പ്രിംഗ് ലോഡഡ്. When it is spring loaded, when you loosen the last nut, ഈ പീസസ് എല്ലാം കൂടെ എങ്ങോട്ടാ പോയെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ അതെല്ലാം കൂടി ഞാൻ എടുത്ത ഒരു ബോക്സിനകത്താക്കി വാച്ച് കടയിൽ കൊണ്ട് ശരിയാക്കി. പക്ഷെ അതിനകത്തോട്ട് നോക്കിയാൽ, if you look into a clock or a watch, the movement of the watch, you will see many waves in the olden times. Some go clockwise, some go anti-clockwise, some don't go smoothly, some go in notches. You don't like that movement, do you? Shaky movement. അതിനകത്ത് വേറൊരു ഇതുണ്ട്. It only goes halfway. പകുതി പോയി തിരിച്ച്. But you look at the face of the clock, whether the inside wheel goes clockwise or anti-clockwise or halfway, doesn't matter. All the movements are for one thing, to keep the time. So in my life, Joseph said, some movements are clockwise, some are anti-clockwise, some are going in step, one step at a time, but it doesn't matter. All for my good. ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കണം. His life was centered on God.
When your life is like that, you will be fruitful. Second, he always had a vision. When he was a boy in his father's house, വീട്ടിലായിരുന്ന സമയത്ത് ഒരു ദർശനം കണ്ടു. എല്ലാവർക്കും അറിയാം, സ്വപ്നം കണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഈ സോ ഡ്രീം. കറ്റ എഴുന്നേറ്റിരിക്കുന്നു, ബാക്കി കറ്റകളെല്ലാം നമസ്കരിക്കും. His sheep was standing up, the sheep of the brothers were bowing down before him. ഇത് ദൈവം തന്നെ ആ ഭവനത്തിൽ ഉയർത്തുമെന്നതിന്റെ അർത്ഥം. God is going to exalt him in the house. അത് മാത്രമല്ല, നക്ഷത്രങ്ങളും ചന്ദ്രനും കൂടെ തന്നെ നമസ്കരിക്കുന്നു. So his influence is going beyond. ഇങ്ങനെ ആ ഒരു സ്വപ്നം. So God gave him a vision, ഒരു purpose കൊടുത്തു. അന്ന് മുതൽ അത് തന്റെ ഹൃദയത്തിലാണ്. God has given me a vision. And he began to live according to that vision. Purpose driven life പുസ്തകം നിങ്ങൾ കേട്ടിട്ടെങ്കിലുണ്ടായിരിക്കില്ലേ? Purpose driven. That's the way a Christian lives. God gives us a vision. How do we know what the vision for us is? God reveals it to you. When you consecrate yourself, read Romans 12 verse 1. നിങ്ങളെ തന്നെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഉടനെ പറഞ്ഞാൽ അറിയാം, നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന്. So God will reveal that to you. So Joseph had a vision. He knew this is what I am going to concentrate on that. എന്തെല്ലാം വന്നു, സെറ്റ്ബാക്സ് വന്നു, ജീവിതത്തിൽ കഷ്ടത വന്നു, difficulties came. He went through afflictions, but he kept his vision. He was focused. Like Paul, he would say, this one thing I do. You know what happens to us? God gives us wonderful vision. God gives us a focus, but we get distracted with this and that, and we lose. Joseph, his vision, I call it tunnel vision. Tunnel vision. This one thing I do. The children, if they grab it at that young age, life will be different. It's not going here and there. God has given me this. This is the purpose for my life. I am going to live for it. എത്ര മനോഹരമല്ലേ? ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഒരു ഹണ്ടോഗിനെ കൊണ്ടുപോയി. When the hunters go, they take the hunt dog also, because the hunt dog will chase the animals and bring it in front of the hunter so that he can shoot easily. അതിനാണ് ഈ നായ ഇങ്ങനെ ഓടി 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 നടന്ന മൃഗങ്ങളെ എല്ലാം ഇയാളുടെ മുമ്പിലൊക്കെ കൊണ്ടുവരും, അപ്പം ഷൂട്ട് ചെയ്യാം. ഈ ഹണ്ട് ഡോഗ് പോയി ചെന്നപ്പോഴേക്കും, as soon as they reached the spot, the dog spotted a deer. നല്ലതാണ്. അപ്പൊ ആ ഡിയറിനെ ഓടിക്കാൻ തീരുമാനിച്ചു. But the deer was too fast. കുറെ കഴിഞ്ഞപ്പോൾ this dog got so tired. അങ്ങനെ ഇരുന്നപ്പോൾ റാബിറ്റ്, പിന്നെ ഈ ഡോഗ് റാബിറ്റിന്റെ പുറകെ ഓടാൻ തുടങ്ങി. റാബിറ്റിന് സ്പീഡില്ല, പക്ഷേ റാബിറ്റ് ഈ കുത്തിക്കാട്ടിനകത്തൊക്കെ കയറും. gets into the bushes. കുറെ ശ്രമിച്ചു പുറത്തു കൊണ്ടുവരാൻ, അവസാനം ക്ഷണിച്ചു. അങ്ങനെ ഇരുന്നപ്പോ ഒരു സ്ക്വിറൽ വന്നു. അപ്പൊ ഓടുകയാണ്. എന്നിട്ട് പറയാമറിയാവോ? സ്ക്വിറലിന്റെ പറയാം. എവിടെ തുടങ്ങിയെന്നറിയാമോ? മാനിന്റെ പിന്നാലെ. He started with the deer, now he is running after the squirrel. ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ തുടങ്ങിയപ്പോ ഒരു വലിയ മാനിന്റെ പുറകെ ഓടാൻ തുടങ്ങിയതാ. ഇപ്പൊ അണ്ണാന്റെ പുറകെ ഉള്ളതുകൊണ്ട്. The reason is not focused. ജോസഫിനെ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനേ എന്തെല്ലാം വന്നില്ലയോ? അഫ്ലിക്ഷൻസ്, പ്രിസൺ, സിഡക്ഷൻസ് ഇൻ ലൈഫ്. ആ സ്ത്രീ വന്ന് ആകർഷിച്ചപ്പോ
As a young man, he could have eaten, but he would have lost that vision focus. There are many young people who lose their very best, because they get sidetracked. ഈ പ്രത്യേക റിട്രീറ്റിൽ ദൈവം നമ്മുടെ ഫോക്കസ് റീഫോക്കസ് ചെയ്യാനായിട്ട് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. The mind get refocused on to what God has called you. What God has called you. Vision always gives a purpose. ജീവിതത്തിനൊരു പർപ്പസ്. ചിലർക്ക് ഒരു പർപ്പസ് ഇല്ല, ഇങ്ങനെ ജീവിക്കുക. നേരം വെളുക്കുന്നു, ആരോ ഒരാൾ പറഞ്ഞതുപോലെ getting up from the bed, looking into the mirror, washing your face, getting ready, getting the breakfast, getting into the car, going for work. ജോലി കഴിയുമ്പോൾ അതേ കാറെ കയറും, തിരിച്ച് അതേ വീട്ടിൽ വരും, തിരിച്ച് അതേ ഭാര്യയെ കാണില്ലോ, and get back to the same bed. Routine. എന്താ ജീവിതം ചോദിച്ചാൽ അറിയത്തില്ല. You ask Saint God, you ask Joseph, what is life for? അതിനെയാണ് ഞാൻ പറയുന്നത്, to glorify God. When you live like that, God will put everything in that basket. That is why God said, seek ye the kingdom of God. Seek ye first the kingdom of God and His righteousness. All these things will be added unto you. So vision will give you a purpose. Secondly, vision will give you a direction. നമുക്ക് മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, if you have a goal, then we are set, isn't it? That's the way I go. ഞാൻ നാട്ടിലെ ഇവിടുത്തെ എനിക്ക് ഡിറക്ഷൻ പറയാൻ അറിയില്ല. തിരുവനന്തപുരത്തോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തെക്കോട്ട് പോകും. I have to go south to get into Rank. The moment I get out of the house, I am focused on the one thing. Every turn I take is towards Trivandrum, because that's where I am going. ചിലർ കുറച്ചു നേരം അങ്ങോട്ട് പോകും, കുറച്ചു നേരം വടക്കോട്ട് പോകും, കുറച്ചു നേരം കിഴക്കോട്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് ചിലരുടെ ജീവിതം മുഴുവൻ യൂറ്റേണാണ്. ഇവിടുത്തെ എല്ലായിടത്തെയും GPS തെറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ ടേക്ക് എ യൂട്ടേൺ കേട്ടിട്ടില്ലയോ? ചിലരുടെ ജീവിതം മുഴുവൻ യൂറ്റേൺ. That's because there is no direction in life. No direction in life. മൂന്ന്, if you have a vision, you have a passion for it. പ്രത്യേകിച്ചും ഈ മിഡിൽ ഏജ് കഴിഞ്ഞ എങ്ങനെ ഉണ്ട്, കഴിഞ്ഞു പോകുന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ ജീവിക്കുന്നത് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്? Just passing time, just getting it. No. God wants you to live with passion in life. വേദോത്സവത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, കാലേബ് എന്നാണ് പേര്. 85-ാമത്തെ വയസ്സിൽ 85. അദ്ദേഹം യോശുവയോട് പറഞ്ഞു, അന്നത്തെ പോലെ വില എനിക്കുണ്ട് കേട്ടോ. അതിനുശേഷം യോശുവയോട് പറഞ്ഞു, give me that mountain, I will conquer. That's passion. അപ്പോൾ നമ്മൾ ഈ കോൺഫറൻസിൽ വന്നോണ്ടേ, we must have a life that excels, isn't it? For that we need to have a vision. This is what God wants me to do with my life. When you are in that direction, the Lord will take you with passion, with that direction, and with the purpose. Mona. So you need to live a God-centered life.
Secondly, you need to live, you need to have a vision in your life. Never let that vision dissolve. Thirdly, you must always be faithful. Always be faithful. Let us take the life of Joseph. At home, he was faithful to his father. അവിടെ beginning. ചിലർ അങ്ങനെ വീട്ടിൽ നിന്നല്ല. Christian life starts at home. If you don't have it at home, don't try to export it to the church. ചിലരുടെ വീട്ടിൽ ചെയ്യില്ല ഈ സാധനം. പിന്നെ അവരത് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പള്ളിയില്ല. You can do that. Start your religion at home. ഒരു മനുഷ്യന് സൗഖ്യം വന്നു കേട്ടോ. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാനും കൂടെ അങ്ങ് പോരട്ടെ. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? യു ഗോ. അവിടെ അങ്ങ് തുടങ്ങേണ്ടെന്ന് ആദ്യം. Look at the life of Joseph. He was faithful at home to his father. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, മോനെ ചേട്ടന്മാർക്ക് ഭക്ഷണം കൊണ്ട് പോണേ. ചേട്ടന്മാർ വെറുക്കുന്ന പുള്ളികളാണ്. They hate him. അപ്പൊ തന്നെ വെറുക്കുന്ന ചേട്ടന്മാർക്ക് ഭക്ഷണം കൊണ്ട് പോകാനാ പറഞ്ഞത്. You know what he said? Yes, Father, I will go. ആ ഫെയ്ത്ത്ഫുൾനെസിന്റെ ആ ലെവൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശേഖേമിൽ ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനാ പറഞ്ഞ്. ശേഖേമിൽ ചെന്നപ്പോ അവരവിടെ ഇല്ല. അപ്പൊ ഇന്നത്തെ സ്പിരിച്വൽ പീപ്പിൾ ആയിരുന്നെങ്കിൽ എന്താ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്, ദേ ആർ നോട്ട് ദേർ, ഐ ആം ഗോയിങ് ബാക്ക് ഹോം. അപ്പൊ അവിടെ നിന്നുകൊണ്ട് തിരക്കി എവിടെ ഉണ്ടെന്ന്. ദോതാനിലുണ്ടെന്ന്. They were in Dothan, so went all the way to Dothan and gave it. That's faithfulness. ഈ ഒരു മൈൽ നടക്കുന്ന ക്രിസ്ത്യന് ജീവിതം സെർമൺ ഓൺ ദി മൗണ്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. Traveling 1 mile, Jesus could go the second mile. So he was faithful at home. Then in Potiphar's house, whatever was given to him, he did it. It prospered in what was given to him. Always faithful. In the talent given to him, he was faithful. When he became king, second man, he was faithful also in abundance. എല്ലാം പറയാൻ എനിക്ക് നേരെയില്ല. ധാരാളം ധാന്യം എല്ലാം തൻ്റെ കീഴിൽ. ഇന്നത്തെ റൂളേഴ്സ് ആയിരുന്നില്ലേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലെ കാര്യം. ഇവിടുത്തെയൊക്കെ നല്ല ആളുകൾ. അതിൻ്റെ സമയമായില്ലയോ ക്ഷാമം, എൻ്റെ കയ്യിൽ ധാന്യം. അപ്പോ മേക്ക് ഹേ വൈൽ സൺഷൈൻസ്, അല്പം കാശുണ്ടാക്കാം ഇല്ലേ? Joseph was faithful. He was faithful to the king. ഞാനിപ്പോൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളെ. There are many people who remain spiritual when they are going through times, tough times and difficult times. But when God blesses them, they cannot handle it. ഇല്ലായ്മയിൽ ദൈവത്തോട് അടുത്തങ്ങ് നിൽക്കും. ദൈവ അനുഗ്രഹം ധാരാളം പൈസയും ചുറ്റുപാടും ഒക്കെ തരുമ്പോൾ they cannot handle the blessing. What has happened to today's society here? I hope you will remember your forefathers. ഒറ്റപ്പായിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ച ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലുമുണ്ട്. When God bless you, now cannot handle it well. Not faithful. God is looking how you handle it. Every area of your life, money, energy, the life, the health, the children, the family, we have to be faithful. Joseph was faithful. When he was given the power, authority, നമ്മളൊക്കെ അറിഞ്ഞുണ്ടല്ലോ, ആ 10 സഹോദരന്മാര്, 11ാമത്തെ പിന്നെ കൊച്ചൻ,
തന്നെ ഉപദ്രവിച്ച 10 സഹോദരന്മാരെയും സൂപ്പാക്കിയെങ്കിലും അധികാരം ഇല്ലാഞ്ഞിട്ട് ചെയ്യാവുന്നതിനൊക്കെ കൂടുതൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അധികാരമൊന്നുമില്ല, എന്നാൽ തന്നെ എത്രയും ചെയ്യാമോ അത്രയും ചെയ്യാൻ ശ്രമിക്കുക. But when he got the authority, what did he do? He was faithful to the brothers. He blessed them. നാളെ രാവിലെ അതിന്റെ ബാക്കി നമുക്ക് കേൾക്കാം. He blessed them. ഈ അധികാരത്തിന്, ഈ പെണ്ണിന് അധികാരം തരുമ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ്. We use it to take revenge. But when God gives you authority, use it to bless others. Bless others. How blessed this man was. Fifth, ജീവിതത്തിൽ മനസ്സിലാകാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ I'll explain it. He was faithful in the house. He became a slave. ഇന്നത്തെ തിയോളജിയിൽ അത് ശരിയാക്കാൻ പോകുന്നു. ചിന്തിച്ച് ഇന്നത്തെ തിയോളജി എന്താണെന്നറിയാവോ? കർത്താവിന്റെ പിന്നാലെ നടന്ന ഉടനെ അടുത്ത അനുഗ്രഹം ഇല്ലേ? അനുസരിച്ചാൽ ഉടനെ പിന്നെ അടുത്ത അനുഗ്രഹം. വീട്ടിൽ അദ്ദേഹം നല്ല ഭക്തിയോടെ ജീവിച്ചു. ഭക്തിയോടെ ജീവിച്ചതിന്റെ പ്രതിഫലം അടിമ. 2, അടിമയായി വിശ്വസ്തരായിരുന്നു. പ്രതിഫലം പ്രൊമോഷനല്ല, കാരാഗ്രഹം, prison. Doesn't go without present theology, isn't it? അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊടുക്കും, അങ്ങനെയാണെങ്കിൽ അത്ര സ്പിരിച്വൽ ഒന്നും ആകണം, എല്ലാവരും ജീവിക്കുന്ന പോലെ ചെയ്യും. പണ്ടേ ആരാണ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോട് അത്രയൊന്നും അടുക്കരുത്, ഒരു അകലം കൊണ്ട് ജീവിക്കണം, അല്ലേ? How we explain it. 73-ാം സങ്കീർത്തനം വായിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം. കർത്താവെ, ഞാൻ എൻ്റെ കൈകളെ നിർമ്മലതേക്കാൾ എന്തിനാ? ദുഷ്ടന്മാരാണ് തഴച്ചു വളരാൻ വേണ്ടിയുള്ളൂ. What about me? We don't understand. When Joseph did not understand, he didn't question it. Let me quote something from Warren Wiersbe. He said, we don't live on explanations, we live on the promises of God. നമ്മുടെ വിശദീകരണത്തിൽ ജീവിക്കുന്നവരല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം. If he has said something, we can live on it. Many a time we don't understand, but we know in the providence of God, even the very worst thing that can happen to me can be used for my blessing. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദോഷമായി വന്ന് ഭവിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമായി. ഞങ്ങൾക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, ഇവിടെ ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ചാണ്ടപ്പുഴ നൈജീരിയയിലെ നൈജീരിയ ഫെലോഷിപ്പാണ് ഞങ്ങളുടെ ഫെലോഷിപ്പ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം നൈജീരിയയിലായിരുന്നു. ലേഗോസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ക്യാപിറ്റൽ, ഒരു നല്ല കാത്തലിക് സ്കൂൾ, വെരി റെപ്യൂട്ടഡ് കാത്തലിക് സ്കൂൾ. അപ്പോൾ അച്ഛൻ കെമിസ്ട്രി ടീച്ചർ. അച്ഛന്മാർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവിടുത്തെ കെമിസ്ട്രി പ്രൊഫസറായിട്ട് എഴുതി. സോ ഹി വാസ് വെരി ഹാപ്പി. രാജ്യത്ത് നൈജീരിയയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് സ്കൂളിലെ കെമിസ്ട്രി പ്രൊഫസറായിട്ടിരിക്കുകയാണ്. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് സംഗതി മാറി. ആരോ വേറൊരു മലയാളി, നമുക്കറിയാമോ മലയാളിയൊക്കെ, ആ ജോലി അങ്ങ് തട്ടിയെടുത്തു. ചാണ്ടപ്പുഴ അങ്ങൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു, അയ്യോ രാത്രി മുഴുവൻ ഞാൻ കരുതുന്നു. നേരം വെളുത്തപ്പോൾ അമേരിക്കയിൽ നിന്ന് ബ്രദർ വിളിച്ചേക്ക് പറഞ്ഞു, അച്ചായോ ഇളയ ബ്രദർ, ഇവിടെ ഒരു സാധ്യതയുണ്ട് കേട്ടോ, ഉടനെ അപ്ലൈ ചെയ്യണേ. അച്ചായനും കൊച്ചമ്മയും കൂടി വന്നു. അപ്പൊ ജോലി പോയപ്പോൾ നമുക്കൊരു ട്രാജിക്കായിട്ട് തോന്നില്ലേ? ദൈവത്തിന്റെ മക്കൾക്കുണ്ട് അങ്ങനെ. We don't understand. We don't go on asking why. നമ്മുടെ എല്ലാം ചോദ്യമല്ല. അച്ഛന്മാരോട് ചോദിക്കണം, വേദനയുള്ള ഭവനത്തിൽ ചെന്നാൽ
അവരേറ്റവും അധികം ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്നാണെന്നറിയോ? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വന്ന് സംഭവിച്ചില്ലയോ? Why did this happen to me? Joseph never asked. It's not why. He knew there is a reason why. There is a reason. ജീവിതത്തിൽ അങ്ങനെ മനസ്സിലാകാത്ത കാര്യങ്ങൾ വരുമ്പോൾ we live not on explanation but on the promises of God. God never makes a mistake. അപ്പോൾ ഇന്ന് രാത്രി ജീവിതത്തിൽ അങ്ങനെയുള്ള ഫേസിൽ കൂടെ പോകുന്ന ആരെങ്കിലും if you know the Lord, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിനെ അറിയാമെങ്കിൽ, if you know the Lord and we are living with the Lord, if you are walking with Him, the Lord will turn the worst thing for your good. Romans 8:28 എന്താണെന്നറിയാമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ഓൾ. ആ ഓളിനകത്ത് എന്തുണ്ടെന്നറിയാമോ? എല്ലാം ഉണ്ടെന്ന്. മൈ bitter experience, sweet experience, success, failure, everything. എന്റെ തോൽവി പോലും എനിക്ക് അനുഗ്രഹമാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ we don't live on explanation. We live on the promises of God. So we continue to do what we are asked to. Our sixth, be willing to wait. Patience. Joseph had to go through. Joseph was given a dream that he is going to become great, but it took 13 years before it really happened. Moses ദൈവം വിളിച്ചു. God brought him into the world to be the redeemer of God's people. But it took 40 years of seminary training. That's 40 വർഷം. It took time. So we need to be patient. ആ സാധനം ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് സകല ട്രാഫിക് ബ്ലോക്ക് വന്ന ഉടനെ പിന്നെ അങ്ങ് അക്ഷമ എങ്ങനെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണം അല്ലേ? കുറച്ചാൾ മുമ്പ് വായിച്ച ഒരു ഫാദർ കൊച്ചിനെ കൊണ്ട് ഡ്രൈവിങ്ങിന് പോവാൻ. അപ്പൊ പോകുന്നിടത്ത് എന്തെങ്കിലും ആരെങ്കിലും കട്ട് ചെയ്ത് കയറുവോ എന്തെങ്കിലും തെറ്റി ഉടനെ അദ്ദേഹം അവിടെ നിന്നുണ്ടോ ഇടിയേറ്റെന്ന് പറയും. അപ്പൊ ഒരു വഴി പോയതിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചിനൊരു 5-6 പ്രാവശ്യം ഇടിയിട്ട്. ഒരു ദിവസം മമ്മിയുടെ കൂടെ പോയി. മമ്മിയുടെ കൂടെ പോയപ്പോൾ മമ്മി ഒരു പ്രാവശ്യം പോയി ഇടിയിട്ട് പറഞ്ഞു. അപ്പൊ മമ്മിയോട് ചോദിച്ചു, മമ്മി വേറെ ആർ ദി ഇഡിയറ്റ്സ് ടുഡേ? ഇഡിയറ്റ്സ് ഇല്ലാഞ്ഞിട്ടല്ല, മമ്മി ഈസ് പേഷ്യന്റ്. If you want blessing, you need to be patient. How do you get maturity? Overnight? No. It depends on the plant. It depends on the life. It takes time. So we have to wait and wait. നമുക്ക് അതിഷ്ടമാണ്. How do you get success? വിജയം വരിച്ചവരുടെ ചരിത്രം എല്ലാം നോക്കിക്കോണേ. They were all patient. How do you take the right decision? You take a decision very quickly, most probably you will take a wrong decision. Patience. അപ്പോൾ ഉടനെ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ട്, പേഷ്യൻസ് വേണമല്ലോ ദൈവം അല്ലേ?
എളുപ്പമാർഗമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചാൽ മതിയാണ്. പ്രാർത്ഥിക്കും, ശരിയാ പ്രാർത്ഥിക്കും, പക്ഷെ ഡേഞ്ചറസ് പ്രെയർ ആണ് കേട്ടോ. ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു, ലോർഡ് give me patience, give it to me right now. Takes a little time there. Lord, give me patience, give it to me right now. പേഷ്യൻസ് ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ ജയിക്കാൻ പറ്റില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് that we are able to wait. ജീവിതത്തിൽ ദൈവം ഇല്ലെന്നുള്ളതിന്റെ പ്രൂഫാണ് കാത്തിരിക്കാനുള്ള മനസ്സില്ലായ്മ. If you know God is with you and God is controlling your life, He is timing your life. Timing your life. If God is timing my life, I will not be impatient because He is timing it. There's a beautiful verse in the book of Ecclesiastes. He makes all things beautiful. Not in my time. He makes all things beautiful in His time. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. God will always be on time. He will never make a mistake. He will never be late. He will always be on time. So we must be willing to wait. Let me give you a few statements to take home with you. Delays in life are God-made delays. ദൈവം ഡിലേസ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് തമ്പുരാന്റെ പ്രത്യേകത. മ്യൂസിക് നോട്ട്സ് ഒക്കെ വായിക്കുന്നവരാണ് CSIയിലെ. എനിക്കൊന്ന് ഹിംസൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്നാ ചോദിച്ചാൽ ഇപ്പോഴും കോറസ് പാടി ഹിംസ് എല്ലാം അങ്ങ് മറന്നു പോകുന്നു. അപ്പൊ നമുക്ക് ഹിംസ് ഹാവ് എ ലോട്ട് ഓഫ് തിയോളജിക്കൽ മീനിങ്. At least sing 2 or 3 hymns during the service. ആ മ്യൂസിക്കിന് ആ നോട്ടിനകത്തോട്ട് ജലത്തെടുത്ത് കാണുന്നു. റെസ്റ്റിന് സൗണ്ട് ഉണ്ടോ? CSIക്കാരോട് ചോദിച്ചോ. Rest is given on the notation, ഇല്ലേ? There is no sound for notation, but that rest makes the music beautiful. Composer അതിനകത്ത് ആ റെസ്റ്റ് ഇട്ടേക്കുന്ന എന്തിനാണ്? To make it beautiful. Sometimes God delays to make your life more beautiful. തമ്പുരാൻ ചിലപ്പോൾ കാലതാമസം വരുത്തുന്നത് നമ്മുടെ ജീവിതം മനോഹരമാണ്. ഡിലേ വന്നവണ്ട് തമ്പുരാൻ നമ്മളോട് ഇഷ്ടപ്പെടുവാന്ന് തോന്നരുത്. ചിലരുടെ വിചാരം എന്നറിയും, പ്രാർത്ഥിച്ചാൽ ഉടനെ കിട്ടുന്ന സൂപ്പർ സ്പിരിച്വൽ ആൾക്കാർ, പ്രാർത്ഥിച്ചാൽ താമസിച്ച് കിട്ടുന്നവര് താഴെ വെരി ഇമ്മച്യൂർഡോ ക്രിസ്ത്യൻ അല്ല. വാസ്തവത്തിൽ താമസിക്കുന്ന ആൾക്കാരറിയാം. വാസ്തവത്തിൽ മച്ചുവർ ക്രിസ്ത്യൻസിനാണ് താമസിക്കുന്നത്. ഇപ്പൊ എനിക്ക് കൊച്ചുമക്കൾ പറഞ്ഞാൽ ഒട്ടനെ ചെയ്ത് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. മക്കൾ പറഞ്ഞാലോ അവരാ ചെയ്യാൻ പോകും പറഞ്ഞു. It takes time. They will understand. The little one will not understand. Sometimes God delays because we will understand. എന്നാൽ ദൈവം താമസിപ്പിച്ചാൽ തരുന്ന അനുഗ്രഹം ചിലപ്പോൾ അതിമനോഹരം. Delayed blessings, I always say double blessings. ദൈവം താമസിച്ച് തരുമ്പോൾ അനുഗ്രഹം ചിലപ്പോൾ അവിടെ ഇല്ല. ഈ മാർത്തയുടെയും മറിയയുടെയും വീട്ടില് കർത്താവിനെ വിളിച്ച ഉടനെ ചെന്നിരുന്നെങ്കിൽ രോഗിയായിരുന്ന ലാസർ സൗഖ്യമായി ഇല്ലേ?
മരിച്ചു കഴിഞ്ഞ് അടക്കി 4 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴോ പനി മാറിയെന്നില്ല, രോഗം മാറിയെന്നില്ല, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. That's a different story altogether. So God delays in our life, but we must be willing to wait. Let me quote Warren Wiersbe again. It is always too soon to quit. ചെറുപ്പക്കാർ പിള്ളേർ ഇപ്പോഴത്തെ വിവാഹ ജീവിതത്തിൽ എത്ര വേഗം മടുക്കുന്നറിയാം. ഞങ്ങൾ കമ്പാറ്റബിൾ അല്ല. ആരാ കമ്പാറ്റബിൾ? പഴയ ആളുകൾ ഇവിടെ പോയിരിക്കുന്നു. ഞങ്ങളാരും ഒന്നും കമ്പാറ്റബിൾ അല്ല. പക്ഷേ തമ്പുരാന്റെ ഗ്രേസ് അങ്ങോട്ട് വർക്ക് ചെയ്യുമ്പോഴേ ഇൻകമ്പാറ്റബിൾ കമ്പാറ്റബിൾ ആകും ഇല്ലേ? അതൊന്നും എന്തൊരു അനുഗ്രഹമാണെന്നറിയാമോ? God brings us together. They're very different. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അങ്ങ് എന്തോ ഞാൻ പറയുന്നു, എന്തൊരു വ്യത്യാസമാണ്. എനിക്കൊരു സ്ഥലത്ത് പോയാൽ ഒരിടത്തും പോകണ്ട, ആരെയും കാണാൻ പോകണ്ട, എനിക്ക് ആ മുറിയിലിരിക്കണം, വായിക്കണം, ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ തീർന്നു. She would like to see places. Food habits are different. എന്തോ ഒരു വ്യത്യാസം. But we have beautiful marriage. We have a beautiful home. We have lovely home. God's good home. It's not because we are compatible. God does it. A wait ചെയ്യാനുള്ളൊരു കൃപ വന്നു. Wait on the Lord. Alexander Solzhenitsyn, the Russian writer, philosopher. He was taken as a prisoner. അറിയാതെ അവരെ അങ്ങനെ കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. Soldiers are surrounding with rifles, ready to shoot anybody trying to escape. It was a very tough time for Solzhenitsyn. It was very difficult. It became so bad at one point he said, I am going to make a run and they might shoot. That's the way to go from the world. Let me die. അവരുടെ സൂയിസൈഡ് ചെയ്യാൻ മനസ്സില്ല. അപ്പോൾ ഞാൻ ഓടുന്നുള്ള പട്ടാളക്കാർ വെടിവെക്കുമല്ലോ, അങ്ങനെ ഞാൻ മരിക്കുമല്ലോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെ he was so sad. He was sitting in a corner. A friend came and sat near him. And the prisoners cannot talk. Siberian and all wilderness, very difficult place. A friend avudu onnum parayanilla. So the friend took a stick and drew a cross. ഒരു കുരിശങ്ങ് വരച്ചു. അത്രേ ചെയ്തു. He got it. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫ്രീ ആയി. Just imagine if he ran away. Many people who lose because they quit too soon. Joseph waited. He was in the prison for a long time. ഇന്ന് കേട്ടോണേ, എല്ലാ ദിവസവും പൂട്ട് കിടക്കത്തില്ല, ഒരു ദിവസം പൂട്ട് തുറക്കും. One day the door will open for yours. God has a time, but wait for that time. Let me recap it for you. How to make life excellent. 1. Live a God-centered life. Not just God-conscious life, God-centered life. Be focused on your vision. Don't get distracted. It gives you purpose, direction, and passion. 3. Always be faithful. Whatever God has placed in your hands, be faithful. In your home, in your workplace, be faithful.
Don't look for explanations. Believe the promise of God. When you don't understand the situation, trust Him. Trust Him. And then finally, be willing to wait. God will bring it to pass. And He will make everything beautiful in His time. ഞാൻ മിനിസ്ട്രിക്ക് വന്ന സമയത്ത് എൻ്റെ വിചാരം എൻ്റെ ഫാദറിനെ പോലെ ഞാൻ കേരളത്തിലൊക്കെ പോയി ഇങ്ങനെ കൺവെൻഷനൊക്കെ പോവുക, ഫാദറിൻ്റെ ടീമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊന്നും അവസരം കിട്ടി. അവസരം ഉണ്ടാക്കി തരേണ്ടവരെ അവസരം തരാതെ ഇരിക്കാൻ ശ്രമിച്ചു. I hope you understand. They closed the door instead of giving me open door. ജോസഫ് പറഞ്ഞതുപോലെ അവരെനിക്ക് ചെയ്തത് എനിക്ക് ഗുണമായി. That is the reason why I was able to travel to North India. God opened the door. God makes all things beautiful in His time. തലകളെ മുടങ്ങിക്കാട്ടെ, പ്രാർത്ഥിക്കാം. Let's take a little bit of time. What is the message you have today? God wants you to accept. No matter what your background is. Life with Him, you're always walking into glory. കർത്താവിനോടുകൂടെ യാത്ര ചെയ്യുന്നു. ആനോക്ക് മുതൽ എല്ലാവരും മഹത്വത്തിലേക്ക് നടക്കുക. യോസേഫിനോട് ചോദിച്ചാൽ അത് തന്നെ പറയും. മോശയോട് ചോദിച്ചാൽ അത് തന്നെ പറയും. യാക്കോബിനോട് ചോദിച്ചാൽ അത് തന്നെ പറയും. Live a God-centered life. Is your life centered on God? Who is Christ to you? കർത്താവ് നമുക്കായ പരിചയമുണ്ടെന്നാണോ? യേശുവിനെ അറിയാമെന്നാണോ? യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ്. ഈസ് ദ ലോർഡ് ഓഫ് മൈ ലൈഫ്. അതാണ് ഗോഡ് സെന്റേഡ് ലൈഫ്. ഇതുവരെയും അത് അനുഭവമാക്കിയിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, യു ബി ദ ലോർഡ് ആൻഡ് മാസ്റ്റർ ഓഫ് മൈ ലൈഫ്. ബി ഫെയ്ത്ത്ഫുൾ when God has placed every area. വീട്ടിൽ, ജോലിയിൽ, കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ be faithful. Joseph was tempted severely, but he remained faithful. When you don't understand, don't just say, why? Trust your God. When everything seems to be delayed, താമസിക്കുന്ന സമയത്ത് ഓർക്കണം, ദൈവത്തിനൊരു ഉദ്ദേശം. Some and substance of the message is give your life to Him. Trust Him. Put your whole weight on Him. He will carry you through. He will never fail you. He will never fail you. It is very true from the Bible, and it is also, let me tell you, true from our little life. I can always say, God is faithful. ദൈവത്തെ വിശ്വസിച്ചാൽ, കർത്താവിന്റെ കരത്തിലോട്ട് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക, തെറ്റു പറ്റത്തില്ല. വിശ്വസ്തരായി ജീവിതത്തിന്റെ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന
ദൈവം എല്ലാം തൻ്റെ സമയത്ത് നന്നായി ചെയ്യും. He will make all things beautiful in his time. Life that excels. Joseph is a wonderful example. God-centered, faithful, trusting, waiting. Faithful life. കർത്താവെ അങ്ങനെ ജീവിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണേ. കർത്താവ് നമ്മെ ആ തീരുമാനത്തിലേക്ക് നയിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവെ, സ്വർഗീയ നല്ല ദൈവമേ, ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഫലകരമായ ജീവിതം, ആവറേജ് ലൈഫ്, മീഡിയോക്കർ ലൈഫ് അല്ല കർത്താവ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണേ കർത്താവ്. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവ്. ഇന്ന് ഒരുപാട് എന്തുകൊണ്ടെന്നുള്ള ചോദ്യവുമായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വിശ്വസിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ കൃപ തരണം. നിന്റെ കരത്തിൽ തെറ്റുപറ്റുകയില്ലെന്ന് വിശ്വസിക്കാൻ നീ ഇടയാക്കണം കർത്താവെ. നിന്നിൽ ആശ്രയിക്കാൻ, നിന്നിൽ കേന്ദ്രീകരിക്കാതെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ കയ്യിലോട്ട് ജീവിതത്തെ മുഴുവനായി ഏൽപ്പിച്ച് തരാൻ, സറണ്ടർ ചെയ്യാൻ ഒരു കൃപ നീ കൊടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.